ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളൊരു പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പം പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഈ പുഡിങ്ങിൽ നമ്മൾ മധുരത്തിന് വേണ്ടി ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകണം. ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്താലും മതി. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ പുഡിങ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഗ്രീസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബട്ടറാണ് ആ ഒരു പാത്രത്തിൽ ഗ്രീസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തപ്പം ആ ഒരു ശർക്കരേൻ്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പം ഇനി നമുക്ക് ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഞാൻ ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇതിലേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ നമുക്ക് ഇതൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്റ്റീമർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീമർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സാധാരണ കുറച്ച് വൈഡായിട്ടുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് റിങ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റീം ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ഒരു പുഡിങ് റെഡിയായി കിട്ടാൻ ഒരു 30 മിനിറ്റാണ് എനിക്ക് എടുത്തത്. അത് നമ്മൾ ഓരോ ഫ്ലെയിം അനുസരിച്ചിട്ട് അത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനൊരു 30 മിനിറ്റിന് ശേഷം ഈ ഒരു പാത്രം തുറന്ന് നോക്കുകയാണ്. നല്ല ചൂട് പോയതിന് ശേഷമാണ് അത് തുറന്ന് നോക്കുന്നത്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഒരു കുത്തി നോക്കാം. അപ്പം അതിൽ ഇങ്ങനെ ബാറ്റർ ഒന്നും ലൂസായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് ഇങ്ങനെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇതിന് തേങ്ങാപ്പാലിൻ്റെയും ശർക്കരേൻ്റെയും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്